കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന മൈക്രോസൈറ്റ് ഇസ്ലാമിക് കേരളಕ್ಕೆ ഖജനാവിൽ നിന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചത് 93.8 ലക്ഷം രൂപ. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളെ പരിചയപ്പെടുത്തുകയും അവയുടെ പ്രത്യേകതകൾ വിവരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സൈറ്റുകൾ ടൂറിസം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ, ക്രിസ്തുമതം, ജൂതമതം എന്നിവയെക്കുറിച്ചെല്ലാം ഇത്തരം മൈക്രോ സൈറ്റുകളുണ്ട്. പക്ഷേ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇസ്ലാം മതത്തിന് വേണ്ടി നിർമ്മിച്ച മൈക്രോ സൈറ്റിനെ കുറിച്ച് മാത്രമാണ്. നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ പേര് റിയാസാണ്. അപ്പോൾ അദ്ദേഹം കൈവയ്ക്കുന്നതെല്ലാം ഇസ്ലാം മതത്തിന് വേണ്ടി മാത്രമാണെന്ന് വരുത്തി തീർക്കുക എന്ന ഒരു ദുരുദ്ദേശത്തോടു കൂടി മാത്രം പ്രചരിപ്പിക്കുന്ന വീഡിയോയാണത്. സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ബാക്കി ഇത്രമേൽ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സൈറ്റുകളും ക്രിസ്തുമതത്തെക്കുറിച്ചും ജൂതമതത്തെക്കുറിച്ചുമുള്ളതും പ്രചരിപ്പിക്കാതെ ആ ഒരു ഇസ്ലാം മത സൈറ്റിനെ മാത്രം എടുത്തു പറയുന്നതിന്റെ സതുദ്ദേശം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുസമൂഹം അറിയാനുള്ള മുഴുവൻ കാര്യങ്ങളും അറിയിക്കാതെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കാര്യങ്ങൾ മാത്രം ഗവൺമെന്റ് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്ന ചില കുത്സുക ബുദ്ധിക്കാരുടെ പ്രത്യേക താല്പര്യം മാത്രമാണ്. അത് നമ്മൾക്ക് ആ വീഡിയോയിലും ദൃശ്യമാണ്. വിവര സാങ്കേതിക വിദ്യ ഇത്രമേൽ മുന്നേറി ഈ കാലഘട്ടത്തിൽ സത്യം തിരിച്ചറിയാൻ കഴിയുന്നത് വളരെ എളുപ്പമാണ്. അത് നമ്മുടെ വിരൽ തുമ്പുകളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നാം തിരിച്ചറിയുക, പ്രതിരോധിക്കുക, പ്രതികരിക്കുക.